എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മീൻകറി വിശേഷമായിട്ടാണ്. അത് ഉച്ചയൂണിൻ്റെ അടവ്. അപ്പോൾ കുറേ അടവ് വാങ്ങിയിട്ട് മറ്റിപ്പോൾ മത്തി ആയാലും അങ്ങനെയുള്ള മീനാണ് വാങ്ങൽ. അപ്പോൾ അടവ് കറി വെച്ചതും, അതായത് മസാല വെച്ചിട്ടാണ്, പിന്നെ വറുത്തതും. അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനും പൊരിക്കാനുള്ള മീനാണ് അടവ്. അത് കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത് മുറിക്കലൊക്കെ ഉള്ളൂ. അപ്പോൾ പാകത്തിന് മുറിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അതൊക്കെ ചെയ്യാണ്. ഏകദേശം 3/4 കിലോൻ്റെ അടുത്തുണ്ട്. അങ്ങനെ കറിക്കും വറക്കാനും ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അടവ് നല്ല മീനാണ്, അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ്. പഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പം അമ്മ ഓരോന്നെടുത്ത് ഇനി മുറിച്ചത് റെഡിയാക്കുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പോൾ മീൻ ഇത് ഇനി അപ്പം മീൻ മുറിച്ചെടുക്കുകയാണ്. കറിക്കുള്ളതും വറക്കാനുള്ളതും വേറെ മാറ്റി ഇനി വെക്കണം. പിന്നെ തല ഞങ്ങൾ അങ്ങനെ പൊതുവെ എടുക്കില്ല. അപ്പോൾ ആ നീലപാത്രത്തിലുള്ള തല കണ്ടോ, അത് പൂച്ചക്കുള്ളതാണ്. പിന്നെ പൂച്ചയ്ക്ക് വേറെ തന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെറിയ, അതായത് കഷ്ണങ്ങളൊക്കെ കിട്ടും, മീനിൻ്റെ നന്നാക്കി വരുന്ന കഷ്ണങ്ങൾ. ഇപ്പോൾ അയിലേൻ്റെ ഒക്കെ ആ ചുണ്ട് പോലെ ഉള്ള ഭാഗങ്ങൾ, അതും പൂച്ചയ്ക്കുള്ളതാണ്. അതൊക്കെ അവിടുന്ന് സ്ഥിരം കൊണ്ടുവരുന്നതാണ് നമ്മളെ പൂച്ചയ്ക്ക് കൊടുക്കാൻ. ഇതിപ്പോൾ വറക്കാനുള്ളത് വരിഞ്ഞു വയ്ക്കുകയാണ്. പിന്നെ മറ്റേ മീനായിട്ട് തന്നെ വറക്കാം. പിന്നെ അത്ര ഭയങ്കര വലുപ്പമില്ല, അതുകൊണ്ട് ചട്ടിയിൽ പാകമാണ്. ഇതൊക്കെ വറക്കാനുള്ളതാണ്. പിന്നെ ഇതാ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി കറി വയ്ക്കാനുള്ളത് അത് മാറ്റി വയ്ക്കുകയാണ്. ഇത് ചട്ടിയിൽ കറി വയ്ക്കാനുള്ളത്. ഇപ്പോൾ ഇതാ വറക്കാനുള്ളത് ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിക്കിനി മുളക് പൊടി അത് ചേർക്കുകയാണ് കറി വയ്ക്കാനിലേക്ക്. വറക്കാളിലേക്കും 4 കഷ്ണം, 2 വലിയൊരു കഷ്ണം, പിന്നെ ഒരു മീനിനെ 2 കഷ്ണമാക്കി മുറിക്കുകയും ചെയ്തു. അങ്ങനെ 4 കഷ്ണമാണ്. മഞ്ഞൾപ്പൊടി അത് ചേർക്കുകയാണ്. പിന്നെ കറി വയ്ക്കുന്നതിലേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒക്കെ പാകത്തിന്. പിന്നെ ഇതാ ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള തന്നെ. അത് നുറുക്കുകയാണ് അമ്മ. അപ്പോൾ അത് അതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ മസാല അരച്ചിട്ടുള്ള കറിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളകും അതിലേക്ക് കീറിയിടുന്നുണ്ട്. അത് നെടുക കീറി അതും ചേർക്കുകയാണ്. പിന്നെ അത് നമ്മൾ കറി വയ്ക്കുന്നതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. പിന്നെ വറക്കുന്നതിലേക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ അത് കറി വയ്ക്കുന്നതിലേക്ക് നമ്മളെ വാളംപുളി അത് പിഴിഞ്ഞു പാരുകയാണ്. അത് പിന്നെ ഒരു 2 പ്രാവശ്യം തന്നെ പിഴിഞ്ഞു പാരാനുള്ളതുണ്ട്. അങ്ങനെ പിഴിഞ്ഞു പാരണം. അപ്പോൾ അതും ഇവിടെ റെഡിയായി. പിന്നെ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി, അതായത് മുളകും മഞ്ഞൾപ്പൊടി ഉള്ള എല്ലാ പൊടികളൊക്കെ ഒന്ന് ശരിക്ക് പിടിക്കട്ടെ. ഇനി ഇതാ വറക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി, അതായത് വറുത്ത മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് തിരുമ്പി വയ്ക്കുന്നത്. അപ്പോൾ അതും ഇവിടെ തിരുമ്പി വെച്ചു. ഇനി ഇതാ നമ്മൾ വറുത്ത മല്ലി പൊടി ചേർത്ത് തേങ്ങ അരച്ചത്, ആ അരവ് നമ്മൾ പാരുന്നു. അത്യാവശ്യത്തിന് ഉള്ള വെള്ളം മതി, ഞങ്ങൾക്ക് 2 പേർക്കുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇളക്കി എടുക്കുകയാണ്. കറി വയ്ക്കാനുള്ളത്തെ ആ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ഇനി വേവിച്ചെടുക്കുന്നൊരു പണിയല്ലേ ഉള്ളൂ. ഇന്ന് പ്രധാനമായിട്ടും മീൻ കറിയും മീൻ വറുത്തതും അതിനെയാണ് ഊണിന് ഉണ്ടാക്കുന്നുള്ളൂ.
അപ്പോൾ ഇതാ കറി അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പം അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പതിവ് പോലെ ഉപ്പും എല്ലാം റെഡിയല്ലേ നോക്കുന്നുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇടുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി അത് വാങ്ങിയേക്കാനായി. അപ്പോൾ അതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ വറവിടുന്നൊരു പണി അതാണുള്ളത്. ഇനി അതാ ചെയ്യാനുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിട്ടു. വെളിച്ചെണ്ണ ചൂടായ ശേഷം പിന്നെ അത് നല്ല പോലെ വഴന്ന ശേഷം നമ്മൾ കറിയിൽ അത് ചേർക്കുകയാണ്. അപ്പോൾ മസാല അരച്ച് വെച്ചാലാണ് ഇത് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ടാണ് മസാല അരച്ചത്. ഇനിയിപ്പോൾ തേങ്ങ അരച്ചും വെക്കാം. മീനൊക്കെ നല്ല മീനാണ്. പിന്നെ നമ്മൾ വറക്കാനുള്ളത് ഈ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണയിലാണ് പതിവ് പോലെ നമ്മളെ വറവ്. അപ്പം ഇനി അമ്മ അത് കഷ്ണങ്ങളിടുകയാണ്. ഒരു ട്രിപ്പിന് തന്നെ വറക്കാനുള്ളത് തന്നെ ഉള്ളൂ. 4 കഷ്ണം. ഇത് ഉച്ചയ്ക്കും വൈകിട്ട്, അതായത് രാത്രി കഴിക്കാനുള്ളതും കൂടി ചേർത്തിട്ടാണ് വറക്കുന്നത്. ഓരോ കഷ്ണങ്ങളെ കഴിക്കുള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ അമ്മ പൊതുവെ രാത്രി വറുത്തതില്ല, അമ്മയ്ക്ക് വേണ്ട. അപ്പോൾ പാകമാണ്. കൂടുതലും കറി വയ്ക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കറി അതിപ്പോൾ അടച്ചു വെച്ചു. പിന്നെ വറവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറിച്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വേവ് കറക്റ്റായിട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുന്നുണ്ട് അമ്മ. അധികം ഇങ്ങോട്ട് കരിയിക്കാതെയാണ് ഞങ്ങൾ പൊതുവെ വറുത്തെടുക്കൽ. അല്ലാതെ തന്നെ കരിയിച്ചാൽ രസമില്ല. അപ്പോൾ നമ്മളെ മീൻ വറവും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഊണ് കഴിക്കുകയായി. അപ്പോൾ ഇന്ന് ചോറ്, പിന്നെ നമ്മളെ മീൻ കറി അത് വിളമ്പാണ്. കഷ്ണങ്ങളും ഒക്കെ വിളമ്പാൻ വെച്ചത്. പിന്നെ പതിവ് പോലെ നമ്മളെ പപ്പടം കാച്ചിയത്, പിന്നെ നല്ല നാടൻ മുളക് വറുത്തത്. പിന്നെ അമ്മയ്ക്ക് മീൻ വറുത്തത് അത് കൊടുക്കുകയാണ്. അതാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ. ഇന്ന് വേറെ വെജിറ്റബിൾസ് ആയിട്ടുള്ള മറ്റ് തോരനോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഓലൻ അതൊന്നുമില്ല. ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ കറി വയ്ക്കാനും വറക്കാനൊക്കെ പറ്റിയ നല്ല മീനാണ് അടവ്. പിന്നെ രാവിലെ ദോശയ്ക്ക് അരച്ച കാന്താരി മുളകൊക്കെ ചേർത്ത് നല്ല തേങ്ങാ ചമ്മന്തി അതുകൊണ്ട് അമ്മയ്ക്ക്. രാവിലത്തെ ചായക്ക് ഉണ്ടാക്കുന്ന അരിപ്പം വല്ല കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കുറച്ച് കഴിക്കാൻ വേണ്ടി അമ്മ പ്രത്യേകം എടുത്തേക്ക് ചെയ്യും. അപ്പം അങ്ങനെ പതിവുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ. വറുത്ത മീനൊന്ന് വറുത്തത് വെളിച്ചെണ്ണയിലും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.